welcome to my channel. So, നമ്മുടെ ഫോക്കസ് ഏരിയ 2022 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലെസൺ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NERNST ഇക്വേഷൻ ആണ്. ഈ NERNST ഇക്വേഷൻ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം, 2 to 3 മാർക്കിന് ചോദിക്കാം, പ്രോബ്ലംസ് ചോദിക്കാം, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റൻറ്റ് എന്ത് വെച്ചിട്ടും അവർക്ക് ചോദിക്കാൻ പല ഏരിയാസ് ഇതിലുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോ മാർക്ക് ഷുവർ ആണ്. ഒരു 3 to 4 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് NERNST ഇക്വേഷൻ്റെ ഏരിയ. അപ്പം എന്തിനാണ് ഈ NERNST ഇക്വേഷൻ? പ്രീവിയസ്ലി നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചത്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് പ്രഷർ, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അതായിരുന്നു എപ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ വെച്ചിരുന്നത് 1 മോളാറിലായിരുന്നു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സെല്ല്, അതായത് ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഇൻ്റർഫേസിൽ. അതിനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് ഈ കണ്ടീഷനിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എല്ലാം സ്റ്റാൻഡേർഡിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ വിൽ നോട്ട് ബി 1 മോളാർ, ചിലപ്പോൾ അത് 2 മോളാർ, 2.5 അങ്ങനെ പല മോളാർ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം നമ്മൾ എങ്ങനെ ആ ഒരു നമുക്ക് സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കണ്ടുപിടിച്ച ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തെറ്റായിരിക്കും, അതല്ല നമുക്ക് വരുന്നതിൻ്റെ വാല്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ വിച്ച് വാസ് സജസ്റ്റഡ് ബൈ scientist was named as NERNST. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് NERNST ഇക്വേഷൻ. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ബൈ കൺസിഡറിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ആണ്. അപ്പം നമുക്കറിയാം ഒരു സെല്ലിൽ റിഡക്ഷൻ, ഓക്സിഡേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു റിഡക്ഷനെ ബേസ് ചെയ്തിട്ട് NERNSTൻ്റെ ഇക്വേഷൻ എഴുതുക. when an cell or electrode is undergoing a reduction, then Mn plus n electron gives solid M. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. ഇനി കൺഫ്യൂഷൻ ആവുന്നവർക്ക് ഞാനൊരു സിമ്പിളായിട്ട് ഞാൻ പഠിച്ചിരുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 0 കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പം ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് 0 പോലെ ഇല്ലേ? അപ്പം ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. അപ്പം തിരിച്ചെന്തായിരിക്കും റിഡക്ഷൻ എന്ന് പറയുന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു റിഡക്ഷൻ, അതായത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. സോ ഇപ്പം നമ്മൾ പറയുകയാണ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ, പല കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ്റെ എങ്ങനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് സെൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ. ഇതിപ്പം കോപ്പർ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ E0 മൈനസ് RT/NF ln concentration of M, that is concentration of the metal rod divided by the concentration of the അയോൺ. ഇതാണ് ഈ ഒരു ഇക്വേഷൻ. അതായത് സെൽ എന്ന് പറഞ്ഞാൽ E0 സ്റ്റാൻഡേർഡ്, R എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഇറ്റ്സ് വാല്യൂസ് 8.314 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ പേപ്പറും പെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയക്ക് മാത്രമായിട്ടൊരു ബുക്ക് എടുത്ത് വെക്കുക. കെമിസ്ട്രിക്കാണെങ്കിൽ കെമിസ്ട്രിക്കായിട്ടൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഓരോ ടോപ്പിക്കും ഞങ്ങളുടെ കൂടെ തന്നെ എഴുതിപ്പോയി, ഏത് ക്ലാസ് ആണോ കാണുന്നത് അവരെ കൂടെ എഴുതിപ്പോയിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതിയാൽ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് പിന്നെയും ഈ വീഡിയോ കാണാതെ ആ പോയിന്റ്സ് മാത്രം മറച്ചു നോക്കിയാൽ മതി. അപ്പോൾ പ്ലീസ് എൻ്റെ കൂടെ തന്നെ ഇത് എഴുതിക്കോ കേട്ടോ. R is equal to 8.314 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ആൻഡ് F അതായത് ഫാരഡ്, നമ്മുടെ ഫാരഡേ കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് 96500 കുളുംബാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതമാണ്. ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇതാണ് NERNSTൻ്റെ ഇക്വേഷൻ. ഇത് മാത്രം. ഇനി ഇത് നമ്മൾ വീണ്ടും ഷോർട്ടാക്കിയിട്ടും പല രീതിയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലോഗരിതം ഉണ്ട്, ബേസ് 10ഉം ബേസ് E ഉണ്ട്. അതൊന്നും അറിയണ്ട, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ നോർമൽ ലോഗരിതത്തിലേക്ക് മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ 2.303 ലോഗാണ്. അതായത് നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത്
2.303 ലോഗാണ്. അപ്പം നമുക്ക് ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മുടെ ലോഗരിതത്തിലേക്ക് മാറ്റണം. ഒന്ന്. ഇനി അടുത്തൊരു കാര്യമുണ്ട്. രണ്ട് ലോഗരിതത്തിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ലോഗ് 1/a എന്ന് പറയുന്നത് മൈനസ് ലോഗ് a⁻−1 ആണ്. നമുക്കറിയാലോ 1/x എന്ന് പറയുന്നത് നമ്മൾ x⁻−1. അപ്പം ലോഗ് 1/a എന്ന് ലോഗ് a⁻−1. അല്ലെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? മൈനസ് ലോഗ് a. ദാറ്റ് ഈസ് ലോഗ് 1/a = മൈനസ് ലോഗ് a. ഈ ഒരു പോയിന്റ് ആലോചിച്ച് വെച്ചോളെ. ഇനി ഒരു പോയിന്റ് കൂടെ, ലോഗ് a/b = മൈനസ് ലോഗ് b/a. അതായത് a/bനെ തല കുത്തനെ എഴുതുമ്പോൾ അതിൻ്റെ അടുത്ത് എന്താക്കിയാൽ മതി? മൈനസ് ലോഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തൊക്കെയാണ്? നാച്ചുറൽ ലോഗരിതം = 2.303 ലോഗാണ്. ലോഗ് 1/a എന്ന് പറയുന്നത് മൈനസ് ലോഗ് a ആണ്. ലോഗ് a/b എന്ന് പറയുന്നത് മൈനസ് ലോഗ് b/a ആണ്. ഇത്രയും പോയിന്റ്സ് ആ സൈഡിൽ ഇങ്ങനെ എഴുതി മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. കാരണം നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം, ടീൻ്റെ വാല്യൂ അറിയാം, എന്നിൻ്റെ അറിയാം, എഫിൻ്റെ അറിയാം. ഈ ലോഗരിതത്തിനെ ഈ വാല്യൂയിലേക്ക് മാറ്റണം. ഇനി ഇവിടെ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു എസംഷൻ അല്ല, ദ കോൺസെൻട്രേഷൻ ഓഫ് ദി മെറ്റൽ ഇലക്ട്രോഡ് ഇസ് ടേക്കൺ ആസ് 1 മോളാർ. നമ്മുടെ ആ ഇലക്ട്രോഡിൻ്റെ കോൺസെൻട്രേഷൻ വി ഹാവ് കൺസിഡറിങ് ആസ് 1 മോളാർ. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും യൂണിറ്റിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, 1 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ശ്രദ്ധിച്ചോളൂ. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് നമുക്കറിയില്ല, പലതിനും പല E0 സെൽസ് ആണ് അല്ലേ, മൈനസ് RT. ആറിന് ഞാൻ ഈ വാല്യൂ കൊടുക്കണം 8.314, T 2.298. എന്നിൻ്റെ വാല്യൂ നമുക്കറിയോ, N ചിലപ്പം Zn 2++2 ഇലക്ട്രോൺ ഗീവ് Zn അല്ലേ, ആ കേസിൽ 2 ആണ്. ചിലപ്പം Ag++1 ഇലക്ട്രോൺ. അപ്പോൾ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് N. അപ്പോൾ എനിക്ക് എന്നിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ N അവിടെ തന്നെ വെക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വാല്യൂ ഉണ്ട് 2.303. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്നത്, ആദ്യം ഞാൻ RTൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, 2.303 RT/NF. നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റിയതാണ് ലോഗ് 1/mn+. കാരണം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റലിൻ്റെ നമ്മൾ യൂണിറ്റി ആക്കിയിട്ടാണ് എടുത്തത്. ഈ ലോഗ് 1/mn+ എനിക്ക് എങ്ങനെ എഴുതാം? mn+⁻1. ഈ മൈനസിന് ഇങ്ങോട്ടേക്ക് എടുക്കാം അല്ലേ. മൈനസിന് ഞാൻ പറഞ്ഞു ലോഗ് 1/a എന്ന് പറയുന്നത് മൈനസ് ലോഗ് a. അപ്പം ഞാൻ ഈ മൈനസ് ലോഗ് mn+. ഈ മൈനസ് ഇവിടെ വന്നാൽ പ്ലസ് ആവില്ലേ. സോ ദി ഇക്വേഷൻ വിൽ ബി E cell is equal to E0 cell പ്ലസ് 2. ഞാൻ ഈ ആറിനും ടിക്കും എന്നിനും ഇപ്പോൾ വാല്യൂ കൊടുത്തിട്ടില്ല, കാരണം ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് mn+. കണ്ടോ, E cell is equal to E0 cell പ്ലസ് 2.303. ഓരോ പ്ലസിനും മൈനസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ E0 cell പ്ലസ് 2.303 RT/NF ലോഗ് mn+. ഇത്രയും വരെ ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇതിൽ ആറിൻ്റെ 8.314ഉം 298 കെൽവിനും 96500 കുളുമ്പും ഒക്കെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ആർ ഗെറ്റിംഗ് ഇക്വേഷൻ ആസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. E is equal to E0 plus 0.059 divided by n log mn+. ഇതിനൊന്നും ഒരു ഷോർട്ട് കട്ടുമില്ല, ഇത് പഠിച്ചേ പറ്റൂ. E is equal to E0 plus 0.0591 by n L log mn+. ഇപ്പം നമ്മളൊരു സിംഗിൾ ഇലക്ട്രോഡ് വെച്ചിട്ടാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടില്ല, നമ്മളൊരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടത്. ഇനിയിപ്പം നമ്മളൊരു സെല്ല്, അതായത് നമുക്കൊരു സെല്ല് ആനോഡ് ഉണ്ടാവും, കാത്തോഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിൽ എന്താണ് NERNST ഇക്വേഷൻ നോക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഏറ്റവും നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. Zn⁻Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഇതായിരുന്നു നമ്മളെ ഡാനിയൽ സെല്ല്. ഈ ഡാനിയൽ സെല്ലിൽ എന്തായിരുന്നു Zn⁻Zn2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിങ്ക് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ടു പ്രൊഡ്യൂസ് Zn2+. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ
ലൂസാണ്, അത് സിങ്ക് 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Zn2+ അയോൺ. കോപ്പർ എന്താ ചെയ്യുന്നത്? കോപ്പർ അയോൺ ആക്സെപ്റ്റ് ദിസ് 2 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ടു ഫോം കോപ്പർ. അതായത് സിങ്ക് ഗീവ്സ് Zn2++ 2 ഇലക്ട്രോൺ, കോപ്പർ ഗീവ്സ് കോപ്പർ ഈ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആവും. ഇത്രയും കാര്യം അറിയാലോ. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇ സെൽ ഓഫ് എ ഡാനിയൽ സെൽ, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ ഡാനിയൽ സെൽ എങ്ങനെയായിരുന്നു? ഇ കാത്തോഡ് മൈനസ് ഇ ആനോഡ് അല്ലേ? ഇ കാത്തോഡ് മൈനസ് ഇ ആനോഡ് എന്നാണ് പഠിച്ചത്. നമുക്കറിയാം കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്ന സ്ഥലവും ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലവുമാണ്. ഇത്രയും കാര്യം ക്ലിയർ ചെയ്യാം. അപ്പം നമുക്കിനി ഈ കാത്തോഡ് ഇത് വെച്ചിട്ട് കാണണം. ഈ കാത്തോഡ് എന്ന് പറയുന്നത് EZn is equal to E0Zn, okay, E0Zn plus 0.059 divided by n log mn plus ഇവിടെ ആരാ? Zn2+, okay. ഈ എന്നിന് പകരം എനിക്ക് ഇവിടെ 2 എന്ന് എഴുതിക്കൂടെ? 2 എഴുതിക്കൂടെ? കറക്റ്റ് അല്ലേ? കാരണം ഇവിടെ 2 ഇലക്ട്രോൺ ആണ്. ഇനി ഈ കോപ്പറിൻ്റെ എങ്ങനെ എഴുതാം? ഈ കോപ്പർ ഇസ് equal to E0 copper plus 0.059 by 2 log Cu2+. നമ്മളിവിടെ മെറ്റൽ ഇലക്ട്രോഡിൻ്റെ എല്ലാം കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി അയോൺ. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ, അതായത് ഇവരുടെ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. കാത്തോഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ നടക്കുന്നത്. എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്? കോപ്പറിലല്ല. അപ്പം ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ Cu മൈനസ് ഈ Z, അതായത് കാത്തോഡ് എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്, ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ. അപ്പം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ സബ്ട്രാക്ട് ചെയ്യണം. കോപ്പർ എന്നാണ് സിങ്ക് സബ്ട്രാക്ട്. അപ്പം ഈ സെൽ ഇസ് ഈക്വൽ ടു കോപ്പർ അല്ല, അപ്പം E0 കോപ്പർ മൈനസ് E0 Zn. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ? അപ്പം 0.0591 ഉണ്ട്, 1 ഡിവൈഡഡ് ബൈ 2 ലോഗ് Cu മൈനസ്, അപ്പം ഇതിൽ ഇവർ രണ്ടാളും കോമൺ അല്ല, അപ്പം എനിക്കിത് പുറത്തെടുത്തൂടെ? 0.591 ഡിവൈഡഡ് ബൈ 2 log Cu2+ minus log Zn2+. ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? ഇനി ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? log a minus b എന്ന് പറയുന്നത് log a by b ഒക്കെ എഴുതിക്കൂടെ? log a minus log b is equal to log a by b. അപ്പം EZ is equal to E0 Cu2+ bar Cu minus E0 Zn bar Zn2+. ഇതൊരു ബ്രാക്കറ്റിലിട്ടു ഞാൻ എൻ്റെ എളുപ്പത്തിന്. പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2, കാരണം രണ്ടാളുടെ ലൂസും ഗെയിനും 2 ആണ്, ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ divided by concentration of Zn2+. ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും ഡെറിവേഷൻ ക്ലിയർ ആയോ? ഇനി ഇത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ, ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് എഴുതി. ഇനിയിപ്പം നമുക്ക് ഇതേ ഇക്വേഷൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, കാരണം നമുക്ക് എപ്പോഴും ഡാനിയൽ സെല്ല് മാത്രമല്ല ചോദിക്കുക, വലിയ വലിയ റിയാക്ഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ എഴുതി തരാം. ഈ ഡാനിയൽ സെല്ലിൻ്റെ സെല് നമുക്കറിയാം, സിങ്ക് ഇസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ, അപ്പം ആൻഡ് കോപ്പർ ഇസ് അണ്ടർഗോയിങ് റിഡക്ഷൻ, ആൻഡ് ദിസ് ഇസ് ദി ഓവറോൾ റിയാക്ഷൻ ഓഫ് എന്തിൻ്റെ റിയാക്ഷൻ ആണ്? ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. Zn gives Zn2+, Cu2++ gives 2 ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ വെട്ടിപ്പോയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇത് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ ജനറൽ റിയാക്ഷൻ ആണ്. ഇതവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ എഴുതാൻ പോകും ഒരു ജനറൽ റിയാക്ഷൻ എങ്ങനെയാണ് NERNST ഇക്വേഷൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക.
അതായത് എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി ഈ നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഇസെൽ ഈസ് ഈക്വൽ ടു E0 കാത്തോഡ്, അതായത് കാത്തോഡ് മൈനസ് ആനോഡാണ്. ആനോഡ് ഓക്കെ, പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2. ടു അല്ല, കാരണം ഇവിടെ നമുക്കറിയില്ല ഓരോ റിയാക്ഷനിൽ ഏതാണ് 2 ആണോ 3 ആണോ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്. ലോഗ് ഓക്കെ, Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ്. നമ്മൾ നോക്കുക Cu2 പ്ലസ് എവിടെയാണ് കിടക്കുന്നത്? ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രോഡക്റ്റ് സൈഡ് അല്ലേ. Cu2 പ്ലസ് റിയാക്റ്റൻ്റ് സൈഡിലും Zn2 പ്ലസ് പ്രൊഡക്റ്റ് സൈഡിലുമാണ് കിടക്കുന്നത്. എവിടെയാണ്? Cu2 പ്ലസ് റിയാക്റ്റൻ്റ് സൈഡിലും Zn2 പ്ലസ് പ്രൊഡക്റ്റ് സൈഡിലും. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് എഴുതണം? ആദ്യം റിയാക്റ്റൻറ്റിന്. ഇങ്ങനെ രണ്ടാൾക്കാർ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മളൊരു ജനറൽ റിയാക്ഷൻ, അതായത് ഇങ്ങനെ ഇപ്പം എന്ത് റിയാക്ഷൻ ആയാലും നമുക്കൊരു NERNST ഇക്വേഷൻ എഴുതാനുള്ളത് E0 സെല്ലാണ്. അതായത് E0 സെൽ എന്നാണ് ഇ കാത്തോഡ് മൈനസ് ഇ ആനോഡ് പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് എ ബി ബി, അതായത് ലോഗരിതം ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ലോഗരിതം ഓഫ് പ്രോഡക്റ്റ്. ശ്രദ്ധിക്കണം, ഇത് പ്ലസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ ഈ സെല്ലിൻ്റെ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, കോൺസെൻട്രേഷൻ ഓഫ് സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇത്രയും കാര്യം കിട്ടി. ഇനി ഇപ്പം ഇതാണ് നമ്മുടെ NERNST ഇക്വേഷൻ്റെ ഒരു ഡെറിവേഷൻ. ഇനി അടുത്ത് ചോദിക്കും ഡിറൈവ് ദ NERNST ഇക്വേഷൻ ബൈ കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നിങ്ങളുടെ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പം ഇനി ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതണേ. ഈസെൽ ഇസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ബി ബൈ എ. ഓക്കെ, ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ബി ബൈ എ ആണ്. അപ്പം E0 സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ്, ഇതിപ്പോൾ റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റാണ്. എനിക്കിത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ആക്കണം. ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ഇട്ട് കൊടുത്തിട്ട് C raised to C, D raised to D divided by A raised to A, B raised to B. കിട്ടിയോ? ഈ മൈനസും ഈ പ്ലസ്സും ആകുമ്പോൾ എനിക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ? E0 സെൽ മൈനസ് 0.059 divided by n log concentration of the product divided by concentration of the reactant. ഇതിന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് നോൺ ആസ്, ദാറ്റ് ഇസ് C raised to C, D raised to D divided by A raised to A. ഇത് നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇതിനെ പറയുന്ന പേരാണ് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, which is represented by Kc or E cell is equal to E0 cell minus 0.059 divided by n log Kc. ഇവിടെ വെച്ച് നിർത്തണ്ട. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ? ഒരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന സ്റ്റേറ്റിനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ നടക്കുന്ന ഓക്സിഡേഷനും റിഡക്ഷനും ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുമ്പം രണ്ടാളും ഈക്വലായി നടക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് EMF ഒന്നും കിട്ടത്തില്ല. കാരണം ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം അല്ലാത്തപ്പോൾ അല്ലേ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുക. ഇവിടെ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒന്നും നമുക്ക് കിട്ടാത്ത സ്ഥിതിക്ക് ഈ സെൽ വിൽ ബി 0. ഈ സെൽ എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലാകുമ്പോഴുള്ള സ്റ്റേറ്റാണ് ഞാൻ പറയണത്. ഈ സെൽ വിൽ ബി 0. അപ്പം നമുക്കിതിന് ഈ സെല്ലിൻ്റെ ഫോമിൽ എഴുതിക്കൂടെ? E0 സെല്ലിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പം, അല്ലെങ്കിൽ ഈ സെൽ ഇവിടെ വെച്ചിട്ട് ഇതിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പം മൈനസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. സോ ഐ ക്യാൻ റൈറ്റ് E0 സെൽ ഇസ് ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് Kc. അടുത്ത ഇക്വേഷൻ ഇതാ വന്നിരിക്കുന്നു.
E0 cell equilibrium constant standard electrode potential of the cell will be equal to ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമാണ് 0.059 divided by n log kc. kc എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം. നമ്മൾ നേരത്തെ കൊടുത്തില്ലേനോ, എന്തായിരുന്നു 2.303 RT by NF log kc. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 0.0591 ഡിവൈഡഡ് ബൈ n കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് രണ്ടും റെഡ് ബോക്സ് ഒക്കെ വരച്ചിട്ടൊന്ന് എഴുതി വെച്ച് E0 is equal to E0 cell minus 0.059 divided by n log ഇങ്ങനെ എഴുതി വെക്കാം. ഒന്ന് ഇത് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. ദിസ് ഇസ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻറ്റ്, റിയാക്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ്. അവിടെ പ്ലസും മൈനസും ശ്രദ്ധിക്കണം. പിന്നെ E0 cell ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി ഒരു കുഞ്ഞു രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇനി ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി ഗിബ്സ് ഫ്രീ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കും പ്രോബ്ലം ആയിട്ട്. So Gibbs free energy is related with an equation with the electrochemical cell, that is minus NFE. Delta GR means delta G എന്ന് പറയുന്നത് എന്താണ്? Gibbs free energy is equal to minus NFE. N is the number of electrons transferred during the reaction. Fs Faraday's constant, നിങ്ങൾക്കറിയാം ഇതിൻ്റെ വാല്യൂ. And E is the electrode potential. E എന്ന് പറയുന്നത് electrode potential. If this is in standard condition, then delta R, that is delta G is equal to minus NF E0. അപ്പം E0യും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. മൈനസ് NF 2.303 RT by NF log kc. kc എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്നും പോകും. അപ്പം 2.303 RT, ഇവിടെയും എഫും എഫും പോകും. സോ 2.303 RT log kc is equal to Gibbs free energy. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള അടുത്തൊരു ഇക്വേഷനും കിട്ടി. ക്ലിയർ ആയോ? ഈ മൈനസ് വിട്ടുപോകല്ലേ, ദാറ്റ് ഇസ് മൈനസ് ഉണ്ട്, മൈനസ് NFE0. അപ്പം മൈനസ് 2.303 RT log kc. kc is the equilibrium constant. ഇത്രയുമാണ് NERNST ഇക്വേഷൻ. വലിയ സംഭവമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യം ഞാൻ ഇവിടെ ഈസി ആയിട്ട് ബോർഡിൽ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെളുപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പം. ഈ ഡെറിവേഷൻ പഠിക്കണമേ, കാരണം ചോദിക്കാം. NERNST ഇക്വേഷൻ്റെ എല്ലാ ഫോമിലും നമ്മൾ ഒരൊറ്റ ഇതിൽ പറയുകയാണ്. ദാറ്റ് ഈസ് E പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ ഇസ് ഈക്വൽ ടു E0 പ്ലസ് 2.303 RT ബൈ NF log Mn പ്ലസ് നമ്മൾ സിംഗിൾ ഇലക്ട്രോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് E is equal to E0 പ്ലസ് നമ്മൾ ഈ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, F ഇസ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇതിൻ്റെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0591 ഡിവൈഡഡ് ബൈ n log Mn പ്ലസ്. ഇതൊക്കെ സിംഗിൾ ഇലക്ട്രോഡ് മാത്രം. നമ്മളൊരു സെല്ലിനെ കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിംഗ് ദ ജനറൽ റിയാക്ഷൻ, ദെൻ E cell is equal to E0 cell plus 0.059 divided by n log A raised to A, B concentration of the A, concentration of B, concentration of C, concentration of D. ഇനി അത് നമ്മൾ ഇതിപ്പോൾ റിയാക്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ്. ഇനി ഇത് നമ്മൾ നേരെ തിരിച്ചു പ്രൊഡക്റ്റ് സൈഡിലേക്ക് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? E cell is equal to E0 cell minus 0.05. ഈ പ്ലസ് മാറി ഇവിടെ മൈനസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0.0591 ഡിവൈഡഡ് ബൈ n log C raised to C, D raised to D divided by A raised to A and B raised to B. ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു E cell എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബിക്കോസ് അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ. സോ E0 cell is equal to 0.0591 divided by n log Kc, where Kc is the equilibrium constant. ഇനി ഗിബ്സ് ഫ്രീ എനർജിയിലേക്ക് അത് പറയുമ്പം എന്താണത്? മൈനസ് 2.303 RT log kc. മൈനസ് മറന്നു പോകരുത്. ഈ ഓരോ മൈനസും പ്ലസും ഇതിൽ ഓരോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് തെറോ ചെയ്ത് വെച്ചോളൂ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ആയിരിക്കും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.